കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് പോലീസ്. കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയ പോലീസ് ഷഹബാസിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെടുത്തു. 4 മൊബൈലുകളും പിടിച്ചെടുത്തു. 10ാം ക്ലാസ് പരീക്ഷ എഴുതിക്കാനായി പ്രതികളെ നാളെ സ്കൂളിൽ എത്തിക്കും. ഫെയർവെൽ പാർട്ടി നടന്നപ്പോഴും സംഘർഷമുണ്ടായപ്പോഴും സംഭവസ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെയും സമീപത്തെ കടകളിൽ ആ സമയത്തുണ്ടായിരുന്ന ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തും. സംഘർഷമുണ്ടായ ട്യൂഷൻ സെന്ററിന് സമീപത്തെ റോഡുകളിലെ CCTV ദൃശ്യങ്ങൾ മുഴുവൻ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഷഹബാസിന്റെ കൊലപാതകം ആസൂത്രിതമാണെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയതിനു പിന്നാലെയാണ് പോലീസിന്റെ നിർണായക നീക്കം. പ്രതികൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണെന്നും രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നും ഷഹബാസിന്റെ അച്ഛൻ ഇക്ബാൽ. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം. അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും. സ്വാധീനിച്ച് അതിൽ പങ്കെടുത്ത ഈ പ്രശ്നമായിട്ട് പങ്കെടുത്ത ആളുകളിൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് രാഷ്ട്രീയത്തിൽ വളരെ പിടിപാടുള്ള ആളുകളാണ്. അവർ സ്വാധീനിച്ച് അവരെ മക്കളെ അവർ രക്ഷിച്ചു കൊണ്ടുപോകും. വീണ്ടും ഈ ഒരു സ്റ്റേജിലേക്ക് തന്നെയാണ് എത്താൻ കാണുന്നത്. പലരും അതാണ് പറയുന്നത്. നാട്ടിലുള്ള ആളുകളായി കഴിഞ്ഞാൽ പുറത്തുനിന്ന് കഴിഞ്ഞ ദിവസവും അതായത് കഴിഞ്ഞ ആവശ്യം പ്രശ്നം ഉണ്ടാക്കി അവിടുന്ന് തന്നെ പറഞ്ഞത് എന്റെ കുട്ടിയാണ്, എന്റെ ഏട്ടൻ ജോലിയുണ്ട്, അതുകൊണ്ട് അത് പിടിപാട് കൊണ്ട് നമ്മൾ കഴിച്ചിലായി പോകുന്നോളും, കുഴപ്പമില്ല എന്നുള്ള ഒരു സംസാര രീതിയാണ് പരക്കെ ഇവിടെ കേൾക്കാൻ കഴിയുന്നത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും ആയുധങ്ങൾ കണ്ടെത്തുന്നതിനുമായി പ്രതികളുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തി. പ്രതികൾ ഒരാളുടെ വീട്ടിൽ നിന്ന് താമരശ്ശേരി SHO സായൂജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് നഞ്ചക്ക് കണ്ടെടുത്തത്. ഇതിനു പുറമെ 4 മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു. നാളെ തുടങ്ങുന്ന SSLC പരീക്ഷ എഴുതിക്കാനായി പ്രതികളെ സ്കൂളിലെത്തിക്കും. സുരക്ഷാ പ്രശ്നങ്ങളുള്ളതിനാൽ കർശനമായ സുരക്ഷയോടെയാവും കുട്ടികളെ എത്തിക്കുകയെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്.